ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അരുൾമിത്രന്തോൻ ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള വിവിധ വശങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 തെസ്സലോനിക്കർ 5:14 തൊട്ട് 22 വരെ വായിക്കാം. അങ്ങനെ വായിക്കാം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. മേൽപ്പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. പക്ഷേ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം അല്പമായിട്ടൂടെ ചിന്തിക്കാം. അത് ഓരോ വിഷയം പ്രത്യേകം പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ അധ്യായങ്ങൾ 13 വിഷയങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോന്നും വിവരിപ്പാൻ സമയം പോരാ, എങ്കിലും ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 61:1-2 നാം ഇങ്ങനെ വായിക്കുന്നു: യേശു കർത്താവിൻ്റെ ശുശ്രൂഷ പ്രവചനാത്മാവിൽ പറയുന്നത് ശ്രദ്ധിച്ചാൽ, കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷകൾ ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും, തടവുകാർക്ക് വിടുതലും, ഭക്തന്മാർക്ക് സ്വാതന്ത്ര്യവും, ദുഃഖിക്കുന്നവർക്ക് ആശ്വാസവും, ദുഃഖിതന്മാർക്ക് അലങ്കാരമാലയും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ അയച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഈ വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അതിലും വലിയ ദൈവഹിതമില്ല എന്ന് നാം ഇവിടെ കാണുന്നു. ദൈവരാജ്യങ്ങളാണല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടം. ഇവയിൽ ഓരോന്നും നാം പ്രാക്ടീസ് ചെയ്താൽ എത്ര അനുഗ്രഹമാണ്. ക്രമം കെട്ട് നടക്കുന്നവർ തങ്ങളുടെ ചുമതലകൾ ചെയ്യുന്നില്ല, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നില്ല. ചിലർ ഒട്ടും വേല ചെയ്യാതെ ക്രമം കെട്ട് നടക്കുന്നു. 2 തെസ്സലോനിക്കർ 3:11 നാം ഇങ്ങനെ വായിക്കുന്നു: പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കരുത് എന്ന് അങ്ങനെയുള്ള സഹോദരന്മാരോട് അകന്നു കൊള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന സഹോദരന്മാരോട് അകന്നു കൊള്ളണം. ക്രമം കെട്ട് നടക്കുന്നവരെ ഉപദേശിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. അത് ദൈവ ഇഷ്ടമാണ്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. ഉൾക്കരുത്ത് എങ്ങനെ നഷ്ടപ്പെടും? വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ധാരാളമുള്ളപ്പോൾ അവർക്ക് ഉൾക്കരുത്ത് നഷ്ടപ്പെടും. ആ സമയത്ത് നാം അവരെ ഉൾക്കരുത്ത് നൽകണം. ബലഹീനരെ താങ്ങണം. ബലഹീനർ അവർക്ക് സാമ്പത്തികമായും മാനസികമായും ബലഹീനരായിരിക്കും. അവരെ ബലപ്പെടുത്തണം. നമ്മുടെ ചുമതലയാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. സാധിക്കുമോ സഹോദരിമാരെ? സാധിക്കണമെന്നാണ് ദൈവഹിതം. നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ ആഗ്രഹം ദൈവസന്നിധിയിൽ വെക്കുക. ദൈവം വഴി ഒരുക്കും. എപ്പോഴും സന്തോഷിപ്പിൻ. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതിയ ലേഖനങ്ങളാണല്ലോ ഇത്. ഫിലിപ്പി ലേഖനം ഏകദേശം 13 പ്രാവശ്യം സന്തോഷിപ്പിൻ എന്ന പദം കാണാം. ഏത് സാഹചര്യത്തിലും സന്തോഷിക്കണം എന്നതാണ് ദൈവഹിതം. ദൈവഹിതം ചെയ്യേണ്ടതിന് നമ്മെ ദൈവം സഹായിക്കട്ടെ. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥന ശ്വാസോച്ഛ്വാസം പോലെയാണ് ഭക്തൻ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന ഇവിടെ ആത്മാവിലായിരിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. സങ്കീർത്തനം 34:1: ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ദാവീദിനെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ പാടിയ സങ്കീർത്തനമാണല്ലോ 34-ാം സങ്കീർത്തനം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അടുത്തതായിട്ട് ചിന്തിക്കാം.
ഈ വചനം നമ്മൾക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും പ്രാബല്യമാക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് നന്മ ചെയ്തുകൊണ്ടിരിക്കേണ്ട ജീവിതമാണ്. സൽപ്രവൃത്തികളാൽ നിറഞ്ഞ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിന് നമുക്ക് ധാരാളം അവസരങ്ങൾ ദൈവം തരുന്നുണ്ട്. അത് തരുന്നത് തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനും വീണ്ടെടുപ്പുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ സ്വീകരിച്ച് ദൈവനാമത്വത്തിനായി ജീവിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.